ഹായ് ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ക്ഷമയൊക്കെ നശിച്ച് ശ്രുതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രയെയാണ് കാണിക്കുന്നത്. നിന്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി, നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. എനിക്കറിയാൻ വയ്യ അച്ഛൻ എന്തുകൊണ്ടാണ് വരാത്തതെന്ന്, വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചന്ദ്രയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര വഴങ്ങുന്നില്ല. ഈ സമയത്ത് വർഷയുടെ അമ്മയോട് ചന്ദ്ര പറയുന്നുണ്ട്, ആദ്യം വർഷയുടെ ചടങ്ങ് നടത്താം, അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്താമെന്ന്. അങ്ങനെ എല്ലാവരും വർഷയെ മണ്ഡപത്തിൽ കൊണ്ടിരുത്തുകയും അവളുടെ ശരീരത്ത് മഞ്ഞളൊക്കെ തേക്കുകയും പൂക്കളൊക്കെ വാരി വിതറി ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആകെ സങ്കടത്തിൽ മാറി നിൽക്കുകയാണ് ശ്രുതി. പിന്നീട് ചന്ദ്ര തന്നെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വർഷയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും അവളെ ആശീർവദിക്കുന്നു. രേവതി ഇതൊക്കെ കണ്ട് മാറി നിൽക്കുകയാണ്. അത് കണ്ട് രവീന്ദ്രൻ പറയുന്നു, മോളെന്താ മോളെ ഇതൊന്നും ചെയ്യാൻ, അല്ലെങ്കിൽ വർഷയെ ആശീർവദിക്കാൻ വേണ്ടി പോകാത്തത് എന്ന്. അപ്പോൾ വർഷയും വിളിക്കുന്നുണ്ട്, ഏട്ടത്തി വായോ എന്ന്. അങ്ങനെ രേവതിയും വർഷയുടെ അടുക്കൽ പോകുന്നുണ്ട്. ഇതിനിടയിൽ ശ്രുതിയുടെ കൂട്ടുകാരി മീരയെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ മീര പറഞ്ഞു, ഞാൻ കള്ളുകുടിയനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കള്ളുകുടിയൻ എന്തായാലും നമ്മുടെ സച്ചിയുടെ തൊട്ടരികിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കുളമാക്കുമെന്ന് മീര ശ്രുതിയോട് പറഞ്ഞ് ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ദാമു എന്ന് പറയുന്ന കുടിയൻ സച്ചിയുടെ അടുത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു സെറ്റപ്പ് പുറത്തുണ്ട്, ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചി ആദ്യമൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും സച്ചിയെ നിർബന്ധിച്ച സ്ഥിതിക്ക് സച്ചി ദാമുവിൻ്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വണ്ടിയുടെ ഡിക്കി തുറന്നിട്ടിട്ട് അവിടെ ഒരുപാട് മദ്യങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. പല ബ്രാൻഡിലുള്ള മദ്യങ്ങൾ കാണുമ്പോൾ സച്ചി പറയുകയാണ്, ഇതെന്താണ് സഞ്ചരിക്കുന്ന ബാറാണോ എന്ന്. അപ്പോൾ പറയുകയാണ്, ബാറിൽ പോയി വെയിറ്റ് ചെയ്ത് നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര താമസമാണ്, അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ കൊണ്ടുപോകും. സാറ് ഒരെണ്ണം അടിക്ക്, വളരെ വില കൂടിയ മദ്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ആ കുടിയൻ, അതായത് ദാമു, 2 ഗ്ലാസ് എടുത്ത് മദ്യം ഒഴിക്കുന്നു. ഒരു ഗ്ലാസ് സച്ചിക്കും കൊടുത്ത് ഒരു ഗ്ലാസ് ദാമുവും കുടിക്കുകയാണ്. ഈ സമയത്ത് രേവതി സച്ചിയെ നോക്കുന്നുണ്ട്. സച്ചി അവിടെ നിന്നും കാണാനില്ല. രവീന്ദ്രൻ സച്ചിയെ നോക്കുന്നുണ്ട്. രവീന്ദ്രൻ നോക്കുമ്പോഴും സച്ചിയെ കാണുന്നില്ല. അങ്ങനെ രേവതി സച്ചിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതേ സമയത്ത് ചന്ദ്രയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു. വർഷയുടെ ചടങ്ങിനുള്ള സമയമായി കഴിഞ്ഞു. ഇതേ സമയത്ത് ചന്ദ്രയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു. വർഷയുടെ ചടങ്ങിന് ശേഷം ശ്രുതിയുടെ ചടങ്ങ് വരാൻ പോവുകയാണ്. ഇതുവരെയും നിൻ്റെ അച്ഛൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്ര. ശ്രുതി ആകെ പെട്ടുപോയി നിൽക്കുകയാണ്. പെട്ടെന്ന് പോയി അച്ഛനിൽ നിന്നും ആശീർവാദം മേടിച്ചുകൊണ്ട് വരാൻ ചന്ദ്ര പറയുമ്പോൾ ശ്രുതി ആകെ വിഷമത്തിലാവുകയും അവിടെ നിന്ന് രവീന്ദ്രൻ്റെ കാലിൽ തൊട്ട് അച്ഛൻ എന്നെ ആശീർവദിക്കണം എന്ന് പറഞ്ഞ് അനുഗ്രഹം മേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് രവീന്ദ്രനും ചന്ദ്രയെ ശാസിക്കുന്നു, നീ എന്തിനാണ് അവളെ വിഷമിപ്പിക്കുന്നത്, അവളെ കരയിപ്പിക്കുന്നത് എന്തിനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് രേവതി സച്ചി അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നീട് രേവതി നോക്കുമ്പോൾ ഒരു വണ്ടിക്കടുത്ത് ഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചിയാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിന് വേണ്ടി രേവതി സച്ചിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ദാമു, അതായത് ആ കുടിയൻ, സച്ചിയോട് പറയുകയാണ്, ഞാൻ ഇത്രയും കുടിച്ചിട്ടും സാറ് ഒരു ഗ്ലാസ് പോലും കുടിച്ചില്ലല്ലോ, അതെന്താ സാറ് കുടിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ കുടിക്കില്ല എന്ന്. കൂടാതെ ഇന്ന് ഞാൻ കുടിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അഭിമാനവും പോകും. ഞാൻ കുടിച്ചാൽ ഇവിടെ കാണുന്ന ചില പ്രശ്നങ്ങളിലൊക്കെ ഞാൻ ഇടപെടും, അത് പിന്നെ കൂടുതൽ പ്രശ്നമാകും, അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത് എന്ന്. അത് കേട്ട് രേവതിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിയെ വിളിക്കുകയും പിന്നീട് തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം കൂടി ആ കുടിയൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സച്ചിയും രേവതിയും നടന്നു പോവുകയുമാണ്. ഇവിടെ മീര കൊണ്ടുവന്ന കുടിയനെ സച്ചി വളരെ നൈസാക്കി ഒതുക്കി വിട്ടിരിക്കുകയാണ്. കൂടാതെ ശ്രുതി പ്ലാൻ ചെയ്തതുപോലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. സച്ചി കുടിക്കാത്ത സ്ഥിതിക്ക് ശ്രുതിയുടെ പ്ലാൻ ഏകദേശം പൊട്ടിയിരിക്കുകയാണ്. ഇനി വർഷയുടെ അമ്മയുടെയും പ്ലാൻ സച്ചി എങ്ങനെ പൊളിക്കുമെന്ന് വരുന്ന എപ്പിസോഡിൽ കാണാം.